ഒരു ബോയിങ് എയർപ്ലെയിൻ പൂർണ്ണമായും പറപ്പിക്കാൻ കഴിയുന്നത്രയും വലിപ്പമുള്ളൊരു ഗുഹയുണ്ട്. അതിൻ്റെ സീലിങ്ങിലോ വശങ്ങളിലോ തട്ടാതെ ഒരു വിമാനത്തിന് പറന്നു പോകാൻ കഴിയും. വിചിത്രം എന്ന് പറയട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ എന്ന പദവിക്ക് വേണ്ടി മത്സരിക്കുന്ന പല കേസും ഇതിനേക്കാൾ ചെറുതാണ്. കാരണം ഈ മത്സരത്തിൻ്റെ അളവുകോലുകൾ മാറുന്നതിനനുസരിച്ച് കഥയും മാറുന്നു. പക്ഷേ ഏറ്റവും വലിയ എന്ന് നാം എന്തിനെയാണ് അളക്കുന്നത്? സത്യം പറഞ്ഞാൽ ഗുഹകൾ വെറും സാധാരണ ഒഴിഞ്ഞ ഇടങ്ങളല്ല. അവ ഓരോന്നും ഓരോ ലോകങ്ങളാണ്. ചില ഗുഹകൾ ഒരു രാജ്യത്തേക്കാൾ നീളമുള്ളതായിരിക്കും. ചിലത് മലകളുടെ ഉയരത്തേക്കാൾ ആഴമുള്ളതാണ്. ചില ഗുഹകളിലെ അറകൾക്ക് നമ്മൾ എത്ര ടോർച്ച് അടിച്ചാലും അതിൻ്റെ അറ്റം കാണാൻ കഴിയില്ല. അത്രയ്ക്ക് വലിപ്പമുണ്ട്. വിചിത്രമല്ലേ? ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു യുദ്ധമോ വലിയ പ്രകൃതി ദുരന്തങ്ങളോ ഒന്നുമല്ല. കൂടുതലും മഴവെള്ളം പോലെയുള്ള നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുക. അത്ഭുതം തോന്നുന്നുണ്ടോ? ഓക്കെ, ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ആദ്യം പോകുന്നത് വിയറ്റ്നാമിലെ ഫോങ് നാ കെ ബാങ് നാഷണൽ പാർക്കിലേക്കാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഈ പ്രദേശം കാടുകളാലും ചുണ്ണാമ്പ് കല്ലുകളാലും ഒക്കെ നിറഞ്ഞതാണ്. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹയായ സൺഡൂങ് കേവ് സ്ഥിതി ചെയ്യുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ കാടിനിടയിലുള്ള ചുണ്ണാമ്പ് കല്ല് ഒരു സാധാരണ വിള്ളലാണെന്ന് നോക്കുമ്പോൾ തോന്നും. പക്ഷേ സാഹസികമായ സഞ്ചാരികൾക്ക് മാത്രം പ്രവേശനമുള്ള ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം നമ്മൾ നിൽക്കുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊന്നിലാണ്. 200 മീറ്റർ ഉയരവും 150 മീറ്റർ വീതിയും ഏകദേശം 5 കിലോമീറ്ററോളം നീളവും. ഇങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കുക. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ ഗുഹയുടെ ഉള്ളിൽ പകുതി പോലും ഉയരം നിറയില്ല. ഒരു 40 നില കെട്ടിടം ഈ അറയ്ക്കുള്ളിൽ ഒളിപ്പിച്ചാൽ പോലും അതിനു മുകളിൽ ഇനിയും സ്ഥലം ബാക്കിയുണ്ടാവും. ഏറ്റവും വലിയ ബോയിങ് 747 വിമാനത്തിന് പോലും ഇതിൻ്റെ ഒരു ഭാഗത്തു കൂടി പറന്നു പോകാൻ സാധിക്കും, അതും ഭിത്തിയിലെങ്ങും തട്ടാതെ. സൺഡൂങ് എന്ന് പറയുന്ന വളരെ വലിയൊരു ഗുഹയല്ല, അതൊരു സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ്. ഇതിനകത്ത് മഴമേഘങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കല്ലുകൾക്കിടയിൽ ജനിക്കുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ സിസ്റ്റമാണിത്. ഗുഹയുടെ സീലിംഗ് ചില സ്ഥലങ്ങളിൽ പൊട്ടി വീണിട്ടുണ്ട്. ഡോ ലൈൻസ് എന്ന് നമ്മൾ പറയും. അതായത് ഗുഹയുടെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ പുറംലോകം കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള ഗുഹയുടെ അകംഭാഗത്ത് 30 മീറ്ററിലധികം ഉയരങ്ങളുള്ള മരങ്ങളോട് കൂടിയ സ്വന്തമായൊരു കാട് പോലും വളർന്നു വന്നിട്ടുണ്ട്. അതിന് അതിൻ്റേതായിട്ടുള്ള പരിണാമവും സംഭവിച്ചിട്ടുണ്ട്. സോ ഒരു ഗുഹയ്ക്കുള്ളിലെ കാടാണിത്. ഈ ഉൾവനങ്ങളിൽ അണ്ണാനും കുരങ്ങുകളും പക്ഷികളും ഉൾപ്പെടെ നിരവധി ജീവിവർഗ്ഗങ്ങൾ വസിക്കുന്നുണ്ട്. സൺഡൂങ്ങിന് അതിൻ്റേതായിട്ടുള്ള നദികളും തടാകങ്ങളും കാണപ്പെടുന്നുണ്ട്. ഉള്ളിൽ രൂപപ്പെടുന്ന നദികൾ ഗുഹയുടെ തറയിലൂടെ ഒഴുകി വലിയ വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തമായൊരു വാട്ടർ സിസ്റ്റം ഉള്ളതുകൊണ്ട് ഇവിടുത്തെ എക്കോസിസ്റ്റം വളരെ സജീവമാണ്. ഗുഹയിൽ പ്രകാശം കടന്നു ചെല്ലാത്ത ഭാഗങ്ങളിൽ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിവുള്ള പുതിയ ഇനം മത്സ്യങ്ങൾ, ചിലന്തികൾ, പ്രാണികൾ തുടങ്ങിയവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗുഹയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും പുതിയ കണ്ടെത്തലുകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സൺഡൂങ് എന്ന് പറയുന്ന ഗുഹയെ ലോകം ആദ്യമായി അറിയുന്നത് 1991 ഹോഗാൻ എന്ന് പറയുന്ന ഒരു പ്രദേശവാസിയിലൂടെയാണ്. അദ്ദേഹം ആദ്യം അത് കണ്ടെത്തി, പിന്നെ അത് മറന്നുപോയി എന്ന് പറയുന്നു. പിന്നെ വീണ്ടും പുറം ലോകത്തുള്ളവർക്ക് അത് കാണിച്ചു കൊടുത്തു. ശക്തമായ കാറ്റിൻ്റെ ശബ്ദവും അടിയിൽ നിന്ന് വരുന്ന നദിയുടെ ഒഴുക്കും കാരണം ആദ്യകാലത്ത് ഇത് അറിഞ്ഞിട്ട് പോലും ആരും അകത്തോട്ട് പോകാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അത്രയ്ക്ക് ഭീകരമായ ശബ്ദമായിരുന്നു. പിന്നീട് 2009 ഇതേ വ്യക്തിയുടെ സഹായത്തോടു കൂടി ബ്രിട്ടീഷ് കേവ് റിസർച്ച് അസോസിയേഷൻ, അതായത് BCRAയിലെ പരിവേഷകനായ ഹോവാർഡ് ലിംബർട്ടും ഡെബോറ ലിംബർട്ടും ചേർന്നുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് കണ്ടെത്തുകയും ലോകത്തിന് മുന്നിൽ ഇങ്ങനെയൊരു ഗുഹയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു. പര്യവേഷകർ ആദ്യമായി സൺഡൂങ്ങിലേക്ക് കടന്നപ്പോൾ അവരുടെ ഹെഡ്ലാമ്പിൻ്റെ വെളിച്ചം പോലും വിശാലമായ സീലിങ്ങിൽ എത്തിയിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. അതിലൊരാൾ പറഞ്ഞത് ഗുഹയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഏലിയൻ പ്ലാനറ്റിലേക്ക് ഇറങ്ങുന്നത് പോലെ തോന്നി എന്നുള്ളതാണ്. സൺഡൂങ് അതിൻ്റെ വലിപ്പത്തിൽ മാത്രമല്ല, അതിൻ്റെ ഉത്ഭവത്തിലും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഇവിടെ ഉള്ളതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഭൂകമ്പമോ ലാവയൊന്നുമല്ല, മറിച്ച് ഒരുപാട് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മഴവെള്ളം പാറകളിലൂടെ ഒഴുകിയിറങ്ങി സൃഷ്ടിച്ചെടുത്തതാണ് ഈ ഗുഹ. ഈ ഗുഹയുടെ ഓരോ കോണിലും പ്രകൃതിയുടെ അത്ഭുതകരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമുക്ക് കാണാം. മഴവെള്ളം സാധാരണഗതിയിൽ അപകടകാരിയൊന്നുമല്ല. എന്നാൽ പ്രകൃതിയുടെ ഏറ്റവും വലിയ ശില്പികളിലൊന്ന് ഈ നിരുപദ്രവകരമായിട്ടുള്ള മഴവെള്ളമാണ്. അന്തരീക്ഷത്തിലൂടെ മഴവെള്ളം താഴേക്ക് പതിക്കുമ്പോൾ മഴവെള്ളം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് കൂടിച്ചേരുന്നു. ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ലയിച്ചതിൻ്റെ ഫലമായിട്ട് വെള്ളം കാർബോണിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് സ്വഭാവമുള്ളതായി മാറുന്നു. നമ്മുടെ ഈ സോഫ്റ്റ് ഡ്രിങ്കിലൊക്കെ കാണപ്പെടുന്ന അതേ കാർബോണിക് ആസിഡാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇത് മണ്ണിലേക്ക് ഊർന്നിറങ്ങി മണ്ണിൻ്റെ അടിയിലുള്ള ലൈം സ്റ്റോണില്ലേ, ചുണ്ണാമ്പ് കല്ല്, ഈ ചുണ്ണാമ്പ് കല്ലിനെ അലിയിച്ച് കളയും. ഇങ്ങനെ അലിയിച്ച് കളയുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഗ്യാപ്പുകൾ രൂപപ്പെടും.
ഈ ഗ്യാപ്പ് പിന്നീട് വെള്ളത്തിൻ്റെ സഹായത്തോടു കൂടി വലുതായി തകർന്നു വീണ് പിന്നെ വെള്ളം അതിനെ ഒലിപ്പിച്ച് കൊണ്ടുപോയൊക്കെയാണ് വലിയ വലിയ തുരങ്കങ്ങളായി മാറുന്നത്. ഈ തുരങ്കങ്ങളാണ് ഗുഹകളായി മാറി സണ്ടൂങ് പോലെയുള്ള സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വലിപ്പമുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളായി രൂപപ്പെടുക. സോ കുറച്ച് വെള്ളത്തിന് എന്തുമാത്രം ശക്തിയുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒന്നാണ് ഇത്തരം ഗുഹകൾ. ഭൂമിശാസ്ത്രപരമായിട്ട് കാർസ്റ്റ് ഫോർമേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഗുഹയ്ക്കുള്ളിൽ കാണപ്പെടുന്ന സ്റ്റാലാക്ടൈറ്റുകൾ, സ്റ്റാലാഗ്മൈറ്റുകൾ എന്നിവ രൂപപ്പെടുത്തുന്നതും ഇതേ രാസപ്രവർത്തനത്തിലൂടെയാണ്. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്നും വെള്ളം തുള്ളിയായി താഴേക്ക് അരിച്ചിറങ്ങുകയും കാൽസ്യം ബൈകാർബണേറ്റ് ലായനിയിൽ നിന്ന് വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യുന്ന സമയത്ത് അവിടെ ഇങ്ങനെ കൽത്തൂണുകൾ രൂപപ്പെടുന്നു. ഒരു സ്റ്റാലാക്ടൈറ്റ് ഒരു 100 വർഷത്തിൽ 1 സെൻറ്റിമീറ്ററൊക്കെ മാത്രമേ വളരുകയുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് സമയമെടുത്താണ് ഇത്രയും ഉയരമുള്ള പലതരത്തിലുള്ള ഭംഗിയുള്ള ത്രികോണാകൃതിയുള്ള രൂപങ്ങൾ ഗുഹയ്ക്കുള്ളിൽ രൂപപ്പെടുത്തുന്നത്. സോ മഴയുടെ അളവ്, താപനില, പുരാതന മൺസൂൺ ചക്രങ്ങൾ, വരൾച്ചയുടെ തീവ്രത, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ്, ഇതൊക്കെ തന്നെ ഇത്തരം കൽത്തൂണുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. സോ ഇതിനെയൊക്കെ പഠിച്ചതിന് ശേഷം എത്രത്തോളം പഴക്കമുണ്ട് എന്നും ഗുഹ എന്നാണ് ഉണ്ടായത് എന്നുമൊക്കെ വെളിപ്പെടുത്താൻ സാധിക്കും. എന്നിട്ട് ഭാവിയിലുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഇത്തരം ഗുഹകൾ ലോകത്തെ സഹായിക്കാറുണ്ട്. ഇനി നമുക്ക് അമേരിക്കയിലെ കെൻഡക്കിലേക്ക് പോകാം. മാമത്ത് ഗുഹ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഭൂഗർഭ നഗരമാണ് മാമത്ത് ഗുഹ എന്നറിയപ്പെടുന്നത്. ഏകദേശം 600 കിലോമീറ്ററിലധികം പാതകൾ ഇവിടെ മാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്കുള്ള ദൂരത്തേക്കാൾ കൂടുതലാണ് മാമത്ത് ഗുഹയ്ക്കകത്തുള്ള പാതകൾ. മാത്രമല്ല ഗുഹ പഠിക്കുന്ന ഗവേഷകർ ഇപ്പോഴും പുതിയ ശാഖകൾ അങ്ങനെ കണ്ടെത്തുന്നുണ്ട്. ഇതൊരു സിംഗിളായിട്ടുള്ള അറയൊന്നുമല്ല, മറിച്ച് ഒരു ഭൂഖണ്ഡം പോലെയാണ്. മാമത്ത് ഗുഹയ്ക്കുള്ളിൽ ഇരുട്ടിനോട് തികച്ചും ഇണങ്ങിയ ജീവികൾ ജീവിച്ച് പല വഴികളിലേക്ക് തിരിഞ്ഞു പോകുന്നതായിട്ട് കാണാം. സോ ഇതിനകത്തുള്ള ജീവികളുടെ അവയവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്ര സുതാര്യമായ ചർമ്മമുള്ളതാണ്. കണ്ണ് കാണാൻ പറ്റാത്ത മീനുകൾ, കെമിക്കൽസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ചെമ്മീനുകൾ, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ ഇതിനകത്തുണ്ട്. ദശലക്ഷക്കണക്കിന് എണ്ണത്തിൽ കൂട്ടുകൂടുന്ന വവ്വാലുകളും ഇതിനകത്ത് കാണാം. സോ ജീവശാസ്ത്രപരമായി ഇത്തരം ഗുഹകൾ മറ്റൊരു ലോകത്തെയാണ് കാണിച്ചു തരുന്നത്. അതായത് പണ്ടത്തെ ഭൂമി എങ്ങനെയായിരുന്നു എന്നതിനുള്ള സൂചന. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള വെള്ളപ്പൊക്കങ്ങളും വരൾച്ചയും ഈ ഗുഹയിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഗവേഷകർ അതിനെ ഒരു ടൈം മെഷീനായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി തറയിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ഗുഹയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നത് മലേഷ്യയിലെ ബോർണിയോയിലേക്കാണ്. ഗുനൂങ് മുലു നാഷണൽ പാർക്കിനുള്ളിൽ സരാവാക് ചേംബർ എന്നറിയപ്പെടുന്ന ഒരു ഗുഹയുണ്ട്. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂഗർഭ മുറി, സിംഗിൾ റൂമാണ് ഈ ഒരു ഗുഹ എന്ന് പറയുന്നത്. നിങ്ങൾക്കിതിൻ്റെ എല്ലാത്തിൻ്റെ വ്യത്യാസം ഡൗട്ട് കാണും, അത് ഞാൻ അവസാനം ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ, 600 മീറ്റർ നീളം, 415 മീറ്റർ വീതി, 80 മീറ്റർ ഉയരം, അതായത് 15 ഫുട്ബോൾ മൈതാനങ്ങൾ ഈ ഒരൊറ്റ മുറിക്കുള്ളിൽ ഒതുങ്ങും എന്ന് നമുക്ക് ഗുഹ കാണുമ്പോൾ മനസ്സിലാവും. ലൈറ്റ് ബീം ചുമരിലെത്താതെ തന്നെ മങ്ങിപ്പോകുന്ന അത്രയും വലിപ്പം. നമ്മളൊരു വലിയ ശൂന്യതയിൽ നിൽക്കുന്നത് പോലെയാണ് ഗുഹയ്ക്കുള്ളിൽ നിന്നാ തോന്നുക. ഈ കൂറ്റൻ അറ കൊത്തിയെടുത്തതാരാ? വീണ്ടും അതും വെള്ളം തന്നെയാണ്. ഭൂഗർഭ നദികൾ വിള്ളലുകളെ വലുതാക്കി. അവസാനം മേൽക്കൂര 1/2 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു. സരാവാക് ചേംബർ ഒരു ഭൂഗർഭ കൊളോസിയം പോലെയാണ് തോന്നുന്നത്. പണ്ടുള്ള രാജാക്കന്മാരോ ചക്രവർത്തിമാരോ ഒന്നുമല്ല ഉണ്ടാക്കിയത്, പകരം മഴത്തുള്ളികൾ ഉണ്ടാക്കിയെടുത്തതാണ്. സോ ഇനി അടുത്ത ചോദ്യം വലിപ്പമല്ല, ഡെപ്താണ്, ആഴമാണ്. ജോർജിയയിലെ കോക്കസസ് പർവ്വത നിരകളിൽ വെറിയോക്കിന എന്ന് പറയുന്നൊരു ഗുഹയുണ്ട്. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഗുഹയാണിത്. ഇതിൻ്റെ പ്രവേശന കവാടത്തിൽ നിന്ന് ഗുഹ ഗവേഷകർ 2212 മീറ്ററിലധികം ആഴത്തിൽ, അതായത് ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കോസ്കിയാസ്കോ തല കീഴാക്കി വെച്ചാൽ എത്രത്തോളം ആഴമുണ്ടോ അതിനേക്കാൾ ആഴത്തിലാണ് ഈ ഒരു ഗുഹ കാണപ്പെടുന്നത്. ഇതിൻ്റെ അടിയിൽ എത്തുക എന്ന് പറയുന്നത് അത്രത്തോളം സിമ്പിളൊന്നുമല്ല, ഭയങ്കര ചലഞ്ചിങ് ആണ്. പരിവേഷകർ ആഴ്ചകളെടുത്ത് പല ലെയറുകളായിട്ട് ഇറങ്ങി ക്യാമ്പുകൾ സ്ഥാപിച്ച് വീണ്ടും താഴേക്കിറങ്ങിയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ വെള്ളം നിറഞ്ഞ തുരങ്കങ്ങളിലൂടെ ഡൈവ് ചെയ്തൊക്കെയാണ് അതിൻ്റെ അകംഭാഗം കണ്ടെത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മർദ്ദം, ഈർപ്പം, അപ്പോഴുണ്ടാകുന്ന മെൻ്റൽ കോൺഫ്ലിക്റ്റുകളൊക്കെ വളരെ ഡിഫറൻ്റാണ്. സോ വെറിയോക്കിന മനുഷ്യൻ മുൻപെങ്ങും എത്തിയിട്ടില്ലാത്ത വിധം ആഴത്തിലേക്ക് ഇറങ്ങി പോകാൻ നടത്തുന്ന ഒരു ശ്രമമാണ്. ഇനി ഒരു ഗുഹയുടെ ഫ്രണ്ട് ഡോറ് കതകാണ് റെക്കോർഡെങ്കിൽ, അതായത് ഒരു ഗുഹയിലേക്ക് കയറി പോകുന്ന എൻട്രിയാണ് റെക്കോർഡ് തീരുമാനിക്കുന്നതെങ്കിൽ അത്തരത്തിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് മലേഷ്യയിലെ ഡിയർ കേവാണ്. ഇത് ഏറ്റവും നീളം കൂടിയതോ ആഴമുള്ളതോ ആയിട്ടുള്ളൊരു ഗുഹയല്ല, പക്ഷേ ഇതിൻ്റെ റെക്കോർഡെന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രവേശന കവാടം എന്നുള്ളതാണ്. ഇതിൻ്റെ വാതിൽ, അതായത് കയറിപ്പോകുന്ന ഭാഗത്തിന് 150 മീറ്റർ വീതിയും 120 മീറ്റർ ഉയരവും ഉണ്ട്. ഓരോ വൈകുന്നേരങ്ങളിലും ദശലക്ഷക്കണക്കിന് വവ്വാലുകൾ ഈ ഗുഹയിൽ നിന്ന് ആകാശത്തിലേക്ക് കറുത്ത റിബൺ പോലെ പറന്നുയരുന്നതായിട്ട് കാണാനും കേൾക്കാനും പറ്റും. പിന്നെ അവിടെ സ്വന്തമായിട്ടൊരു എക്കോ സിസ്റ്റം ഉണ്ട്, അതിനകത്ത് ഭക്ഷ്യശൃംഖലകളൊക്കെ ഉണ്ട്. ഡിയർ കേവുകൾ പോലെയുള്ള ഗുഹകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഗുഹകളൊന്നും വെറും ഒഴിഞ്ഞ സ്ഥലങ്ങളല്ല, അവ ജീവനുള്ള ആവാസ വ്യവസ്ഥകളാണ് എന്നുള്ളതാണ്.
സോ അവയുടെ വലിപ്പം മാത്രമല്ല, നമുക്ക് ഗുഹക്കകത്ത് കയറുന്ന അനുഭൂതിയും വളരെ വ്യത്യസ്തമാണ്. നമ്മൾ ഈ മനുഷ്യൻ തുറന്ന ആകാശത്തിൻ്റെ കീഴിൽ ജീവിച്ചവരാണ്. നമ്മുടെ തലച്ചോറ് സൂര്യപ്രകാശത്തിനും ചക്രവാള രേഖകൾക്കും അനുസരിച്ച് ഇവോൾവ് ചെയ്ത് വന്നതുമാണ്. സോ ഒരു ഗുഹയുടെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ആ ചിന്തകളെല്ലാം മാറും. നമുക്ക് സമയത്തെക്കുറിച്ച് ബോധം ഉണ്ടാവില്ല, രാവും പകലിനെ കുറിച്ച് ബോധം ഉണ്ടാവില്ല. നമ്മുടെ ശബ്ദം തന്നെ വിചിത്രമായ രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തെത്തിയതുപോലെ തോന്നും. അതിനോടൊപ്പം തന്നെ ഗുഹയ്ക്കകത്ത് കയറുമ്പോൾ അസ്വസ്ഥതയും ഉണ്ടാവും. ഇതിനെയാണ് കത്തീഡ്രൽ എഫക്റ്റ് എന്ന് വിളിക്കുന്നത്. വലിയ ഇടങ്ങൾ നമ്മളെ ചെറുതാക്കുന്നു, പക്ഷേ ഒരുതരം ഭയഭക്തിയും ഉണ്ടാക്കുന്നുണ്ട്. പുരാതന മനുഷ്യർ പരിണാമപരമായി നോക്കിക്കഴിഞ്ഞാൽ ഗുഹകളിൽ എത്തിച്ചേർന്ന് അവിടെ ജീവിച്ചതും അതിൻ്റെ ചുവരുകളിൽ ചിത്രങ്ങൾ വരച്ചതിൻ്റെയും കാര്യം ഈ കത്തീഡ്രൽ എഫക്റ്റൊക്കെ ആകാനാണ് സാധ്യത. ഗുഹകളിൽ തന്നെയാണ് ആദ്യത്തെ ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും പരീക്ഷണശാലകളും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും ഏതാണ് ഏറ്റവും വലിയ ഗുഹ? ലോക സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗുഹയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാവും. നീളത്തിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് അമേരിക്കയിലെ മാമത്ത് ഗുഹയാണ്. വോളിയം, ഉള്ളിൽ കൊള്ളുന്ന അളവ് നോക്കിക്കഴിഞ്ഞാൽ വിയറ്റ്നാമിലെ സണ്ടൂങ്ങാണ്. ഇനി ഒരു സിംഗിൾ റൂമാണ് നോക്കുന്നതെങ്കിൽ മലേഷ്യയിലെ സരാവാക് ചേംബറാണ്. ഏറ്റവും ഡെപ്ത് ആണെങ്കിൽ ജോർജിയയിലെ വെറിയോവ്കിനെയാണ്. ഇനി എൻട്രി പോയിൻ്റ്, പ്രവേശന കവാടമാണ് നോക്കുന്നതെങ്കിൽ ബേർണിയോയിലെ ഡിയർ കേവാണ്. ഓരോ ഗുഹയും നമുക്ക് വലിപ്പത്തിൻ്റെ ഓരോ വ്യത്യസ്ത ഡയമെൻഷൻസാണ് കാണിച്ചു തരുന്നത്. സോ അതിനകത്ത് ജിയോഗ്രഫി ഉണ്ട്, ബയോളജി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, കാലാവസ്ഥാ ശാസ്ത്രമുണ്ട്. ഇതെല്ലാം ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഒരു സാധനമാണ്. എന്തായാലും മഴത്തുള്ളികൾക്ക് കൊത്തിയെടുക്കാൻ ഇത്രയും വലിയ ക്യാൻവാസുകൾ ഉണ്ട് എന്ന് നമ്മൾ ഇങ്ങനെയാണ് പഠിക്കുന്നത്. മാത്രമല്ല ഇരുട്ടിൽ ഇണങ്ങിച്ചേർന്ന് വളരുന്ന ജീവികൾ ഭൂമിയിൽ കടലിനുള്ളിൽ മാത്രമല്ല എന്നും കരയിലും ഉണ്ട് എന്നും ഗുഹകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സോ അടുത്ത തവണ ലോകത്തിലെ ഏറ്റവും വലിയ ഗുഹ ഏതാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം ഒരു നമ്പരോ ഒരു പേരോ ഒന്നുമല്ല. നിങ്ങൾ ചോദിക്കുന്ന രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന എന്ത് തരത്തിലുള്ള ഗുഹയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കണം. ആഴത്തിലാണോ, ഉയരത്തിലാണോ, വലിപ്പത്തിലാണോ, നീളത്തിലാണോ, അതിനനുസരിച്ച് ഉത്തരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഗുഹകൾ തരുന്ന പ്രതീതിയും അത് പര്യവേഷണം ചെയ്യുന്നവർക്കുണ്ടാകുന്ന മാനസിക ഉല്ലാസവും അത് ഡിഫറൻറ്റ് തന്നെയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ടുള്ള ഗുഹകൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലും കേരളത്തിലൊക്കെ പലതരത്തിലുള്ള ഗുഹകളില്ലേ? എടക്കൽ ഗുഹയിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ അനുഭവം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. അതുവരെ